ചങ്ങായിമാരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ്. കണ്ടന്റ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പല വീടിൻ്റെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ടൈൽ ഒട്ടിച്ച സ്റ്റെപ്പുമ്പിൽ കാണാൻ പറ്റും. അവിടെയും ഇവിടെയൊക്കെ ചെറിയൊരു പീസ് പൊട്ടിക്കെടുക്കുന്നത്. ഈ സൈറ്റിൽ അടുക്കളയിൽ നിന്ന് ബാക്കോട്ട് ഇറങ്ങുന്ന സ്റ്റെപ്പാണ് ഈ കാണുന്നത്. മാർബിൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ സെൻറ്ററിൽ ഇതൊക്കെയാണ് ഒരു പീസ് പൊട്ടിയിട്ട് 3 കഷ്ണമായി നിലത്ത് വീണിക്കാണ്. അപ്പോൾ ഇതേപോലെ പല വീടിൻ്റെയും ഈ സ്റ്റെപ്പുമ്പിൽ മൂല ഇവിടെ പൊട്ടിയുണ്ടാവും, ഇവിടെ പൊട്ടിയുണ്ടാവും. ഇത് പൊട്ടാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഏറായ ടൈമിൽ ഗ്യാസിൻ്റെ കുറ്റി കൊണ്ടുപോയി വെച്ചാൽ മതി. അതേപോലെ തന്നെ പന്ത് കളിച്ചുകൊണ്ട് സ്വന്തം പെരയാത്ത വണ്ടി ഓടിക്കുമ്പം ഈ മൂല പൊട്ടിപ്പോവുക. അപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം, ഒട്ടിക്കുന്ന ടെക്നിക്ക് മൊത്തം കാണിച്ചു തരാം. ഈ പൊട്ടിയ സമയത്തിന് ഉണ്ടല്ലോ ഇങ്ങനത്തെ പീസുകൾ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെക്നിക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒട്ടിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു പണിയല്ലേ ഉള്ളൂ, വേറെ സൈറ്റിൽ നിന്ന് പണി കഴിഞ്ഞ് വരികയാണ്. അപ്പം ഇവിടെ ആദ്യം വന്ന് ഈ സംഭവം കണ്ട സ്ഥിതിക്ക് വേറെ ഒരു ടൈലിൻ്റെ പണി നടക്കുന്ന സൈറ്റിൽ പോയിക്കാണ്ട് 2 ചട്ടകം ഗമ്മും അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഗമ്മ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ അറാൾഡേറ്റ് കേട്ടോ, ഹാർഡനറും റെസിനും കൂടി ചേർന്നിട്ടുള്ള ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഈ ഒരു പീസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ള വിഷ്വലാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം, എന്ത് വർക്കും അത് പഠിച്ച ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പം ആ വർക്കിനൊരു പെർഫെക്ഷൻ ഉണ്ടാവും. പക്ഷേ ചെറിയ ഇങ്ങനത്തെ പീസൊക്കെ ഒട്ടിക്കാൻ വേണ്ടി പണിക്കാരെ വിളിച്ചാൽ പൊതുവേ വരലില്ല. അപ്പോൾ നമുക്ക് ഒട്ടിക്കാൻ മാത്രമേ ഉള്ളൂ. ആ സ്റ്റൈൽ മതി എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പണിക്കാർ വരുന്നവരെ കാത്തിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഗ്രൈൻഡർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ചുരണ്ടി ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രൈൻഡർ സെറ്റാണ്. ഫസ്റ്റ് ഒന്ന് ചുരണ്ടി ഒഴിവാക്കട്ടെ കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് ഗമ്മ് ഫില്ല് ചെയ്യാൻ. ഈ കാണുന്ന റൈസറിൻ്റെ ടോപ്പ് ഭാഗത്ത് ഗ്രൈൻഡർ കൊണ്ട് നല്ലൊന്ന് ഗ്രിപ്പ് ചെയ്തു. അത് എന്തിനാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചളിയും ചണ്ടിയൊക്കെ ഉണ്ടേനി. അപ്പം ഗമ്മ് ഒന്ന് കൂട്ടിപ്പിടുത്തതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി ഇതിൻ്റെ ഗ്യാപ്പിലും ഗമ്മ് നമ്മൾ സാധാ ഗമ്മ് ഇറക്കിയാണ്ട് ഇന്നിട്ട് എറാൾഡേറ്റ് ഉണ്ടാക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം പാടുണ്ട്, ഈ ഗമ്മൊക്കെ നിറയ്ക്കുന്നതിന് മുമ്പ് ഈ പീസുകളൊന്ന് വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും ഗ്രൈൻഡ് ചെയ്യാണ്ടോ നോക്കണം കേട്ടോ. ഒന്ന് വെച്ച് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. രണ്ടാമത്തും വെച്ച് മൂന്നാമത്തെ ചെറിയ പീസ് കേട്ടോ. മൂന്നാമത്തെ ഒരു പീസ് വെച്ചപ്പം ഏകദേശം സെറ്റാണ്. ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു ഗ്രൈൻഡിങ് ഇവിടെയും ഒരു ഗ്രൈൻഡിങ്ങും ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ അടുത്ത് വെക്കും. ബാക്കി പുട്ടി പൗഡറുമിലാണ് സെറ്റാക്കൽ തന്നെയാണ്. അപ്പോൾ റെഡിയല്ലേ? ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്താലോ? അങ്ങനെ പിടിക്കുക. ഒന്നാമത്തെ പീസ് സെറ്റ്, രണ്ടാമത്തെ പീസ് സെറ്റ്, റെഡി കേട്ടോ. മൂന്നാമത്തെ പീസും സെറ്റായിട്ടുണ്ട്. സംഭവം നേക്കായി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് 3 എടുത്തുകൊണ്ട് ഈ കാണുന്ന ഗ്യാപ്പ് വയ്ക്കുക. നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ ഗമ്മ് നിറയ്ക്കുകയാണ്. ശരിക്കും ടൈൽ ഒട്ടിക്കേണ്ട സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പൊട്ടി വീണ പീസ് ഉണ്ടല്ലോ മൊത്തം പൊടിഞ്ഞു പോയി ഒന്നിനും പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ സിമെൻറ്റ് കൊണ്ട് വെറുതെ തേച്ച് തേമ്പി വൃത്തികേടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇതേപോലെ ഇങ്ങനെ സ്ക്വയറിൽ കട്ട് ചെയ്ത് കണ്ട് ഇതേപോലത്തെ ടൈൽ കിട്ടുകയാണെങ്കിൽ അത് വെക്കുക. അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ്, മാർബിൾ ആണെങ്കിൽ മാർബിൾ വെച്ച് മോൾഡ് ചെയ്ത് കണ്ട് ഇതേ ലെവലിലാക്കാൻ പറ്റും. അങ്ങനത്തെ പണിയൊക്കെ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അടുത്ത ഗമ്മുണ്ടാക്കുക. ഈ റൈസർമത്തെ സാധനം ഇങ്ങനെ തുടച്ച് ഉഷാറാക്കിയിട്ട് ഇനി ഇതുമേൽ മറ്റേ പശ വരാനുള്ള കേട്ടോ. ഈ കാണുന്ന പശൻ്റെ പേരാണ് അറാൾഡേറ്റ്. ഇതിൽ 2 ഗമ്മുണ്ടാവും. ഒന്നിൻ്റെ പേര് ഹാർഡനർ, ഒന്നിൻ്റെ പേര് റെസിന്. അപ്പോൾ മൂടി തുറന്ന് അതേപോലെ തന്നെ ഇതിൻ്റെ മൂടി തുറന്ന് ഇനി ഇത് ഓട്ട കുത്തൽ എങ്ങനെയാണെന്ന് അറിയാം. ഈ മൂടിൻ്റെ വേക്കിലൊരു സാധനം ഉണ്ട്, അതിനോണ്ട് നേരെ ഒറ്റ കുത്ത്. അതേപോലെ തന്നെ ഇതുകൊണ്ട് ഇവിടെയും ഓട്ട കുത്തി പെട്ടെന്ന് സംഭവം സെറ്റാവട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 2 ഒപ്പരം പിടിക്കുക. ഒപ്പരം ഇങ്ങനെ ഇതികാക്കുക. ഒപ്പരം ഉണ്ടോ? 2 വരുന്നുണ്ട്. 2 ആയി. സംഭവം റെഡി. തൽക്കാലം നമുക്ക് ആദ്യം ഇത്ര മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് 2 അങ്ങോട്ട് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഒന്ന് കുഴയ്ക്കാണ്ട് കേട്ടോ. സംഭവം വളരെയധികം ഡേഞ്ചറാണ്. കൈമേലൊന്നും ആക്കണ്ട, ശ്വസിക്കണ്ട. എന്നിട്ട് പുട്ടി ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ നല്ല മിക്സാക്കുക. നല്ല മിക്സാക്കണം കേട്ടോ. അപ്പോൾ നേരെ വെക്കാൻ വേണ്ടി പോവാണ്. ഒന്നാമത്തെ പീസ് വെക്കേണ്ടതാ ഇങ്ങനെ ഇവിടെ ഒറ്റിച്ചിട്ട് നേരെ ഒന്നാമത്തെ പീസ് ഇത് വെക്കണേ. ഒന്നാമത്തെ പീസ് ഇവിടെ വെച്ച് കഴിഞ്ഞ് ഏതാ സെറ്റിങ്. എന്നിട്ട് ഇതിൻ്റെ മൂലയിൽ അടുത്ത് ഇങ്ങനെ കുറച്ചാക്കിക്കണ് മറ്റേ പീസും കൂട്ടി ചേർത്തിട്ട് എന്നിട്ട് അതേപോലെ ഇവിടെ ആക്കി അവിടെയും വെച്ച് പോരാത്തതിന് ഇതിൻ്റെ ഇടയിലും വെച്ചാണ് എല്ലായിടത്തും കൂടി പിടിക്കട്ടെ. ഇനി അടുത്ത പീസ് ഒന്ന് ചെറുത് പൊട്ടിപ്പോയി നമ്മളടുത്ത് നിന്ന് അതും വെച്ച് ഇനി അടുത്ത പീസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വലുതാണ്. അപ്പോൾ അതിമക്ക് കുറച്ചും പാടെ തേമ്പുണ്ട്. ഇതൊന്നും പാടെ സെറ്റാക്കാൻ നമുക്കൊരു ഫെബിക്കിക്കൊക്കെ എടുക്കട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കമ്മട്ടപ്പണിയല്ലേ. ഇതൊക്കെ പൊട്ടിയിട്ട് കണ്ട് ഇപ്പോൾ സെറ്റാക്കി അടച്ച് ഫിനിഷാക്കൂലേ. 3 പീസ് ഇപ്പോൾ വെച്ചാണ്. 3 പീസ് വെച്ചപ്പം ഒന്നിങ്ങനെ കറക്റ്റാക്കി. ഇനി ലാസ്റ്റ് പീസ് വെക്കാൻ പോകട്ടോ. ലാസ്റ്റ് പീസാണ്. ലാസ്റ്റ് പീസ് ഇവിടെ വെക്കുന്ന സമയത്ത് ഇതുമേലും കുറച്ച് തേമ്പി അവിടെയും തേമ്പിക്കാണ്ട് ലാസ്റ്റ് പീസും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച്. ഇതാണ് ഇപ്പോൾ സംഭവം. എവിടെ പണിക്കുള്ള ലാഭം എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ പാൽച്ചായ വേണമെങ്കിൽ പാൽച്ചായ, കട്ടൻ ചായ വേണമെങ്കിൽ കട്ടൻ ചായ ചോദിച്ചത് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും പണിക്കുള്ളൊരു ധൈര്യം.
ചായ നമ്മൾ ചോദിച്ചതാ. ഒരാളായിട്ട് ഇളക്കണമെങ്കിൽ ഒന്നും പാടെ ഇളക്കണ്ട കേട്ടോ. എന്തിനാണെന്നറിയോ? ഇത് നമുക്ക് മുകളിലിടാനാ. ഇങ്ങനെ കലക്കട്ടോ. രണ്ടും പാടെ കറക്റ്റ് നല്ലപോലെ ഇങ്ങനെ കലക്കിയിട്ട് നേരെ എന്ത് ചെയ്യുക, അത് എടുത്തുകൊണ്ട് ഇതിൻ്റെ മുകളിലും പാടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പണി ഏകദേശം എന്തായി സെറ്റായി. വടിക്കുക വേഗം സെറ്റായി പോകും. അതിനോട് നല്ല വടിച്ചിട്ട് അപ്പം തന്നെ തുടയ്ക്കണം കേട്ടോ. ഇതൊന്നും പാടെ ആ പോളിഷ് ബ്ലേഡ് ഉണ്ടാവും അവിടെ ഓലെടുത്ത്. ഒരു 6-ാം നമ്പർ പോളിഷിൻ്റെ ബ്ലേഡും കൊണ്ടുവന്ന് ഇട്ടുകയാണെങ്കിൽ സംഭവം നേക്കായി ഇടയ്ക്കണി പോരാ. എല്ലാ ഗ്യാപ്പിലും ആയിട്ടുണ്ട് സംഭവം. ഇനിയിപ്പോൾ സാധനം നിലത്തേക്ക് വീഴുകയാണെങ്കിൽ നമ്മളെ ഫിറ്റിങ്ങിൻ്റെ കുഴപ്പമില്ല, അത് കമ്പനീൻ്റെ സെറ്റിങ്ങിൻ്റെ കുഴപ്പമാണ് അറിയാം. തുടച്ച് വന്നപ്പോൾ 3 പീസുള്ളൂ. ഇനി ഇപ്പം 4ആയി. 1 2 3 4. സംഭവം ഒന്നും നാശമായിട്ടില്ല, ഫുള്ള് സെറ്റാണ്. ഇനി നമുക്ക് ചെറിയൊരു പോളിഷ് പരിപാടി ഉണ്ട്. എന്തേ ഒന്ന് ഉറച്ചോട്ടെ. ഇതിപ്പോൾ ഓൾറെഡി എന്താണ് മോൾഡിങ് പോളിഷിങ് കഴിഞ്ഞ സെറ്റപ്പ് അല്ലേ. മോൾഡിങ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഗ്രാനൈറ്റിൻ്റെ ബ്ലേഡ് ഇട്ട് കണ്ട് ഒന്ന് ഉരുട്ടും, റൗണ്ടാക്കി മാറ്റും, പിന്നെയാണ് ബാക്കിയുള്ള പേപ്പറൊക്കെ ഇടൽ. ഇത് ഓൾറെഡി റൗണ്ട് ഉള്ള സ്ഥിതിക്ക് നമുക്ക് ആ ഗ്രാനൈറ്റിൻ്റെ ബ്ലേഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുമത്തെ ബ്ലേഡ് ഇങ്ങോട്ട് ഊരി വെച്ച് കണ്ടിതാ. ഏതൊക്കെ ബ്ലേഡ് ഉണ്ടറിയോ? 6 കിട്ടിയിക്കണ്, 3 കിട്ടിയിക്കണ്, 0 കിട്ടിയിക്കണ്, 3 ഉള്ളൂ. അത് മതി. അപ്പം ഈ കുറ്റി നേരെ എന്ത് ചെയ്യാറിയോ ഇങ്ങനെ എടുത്തിട്ട് തിരിച്ചു വെക്കുക. സെറ്റ്. അപ്പം ഫസ്റ്റ് ആരോഹണക്രമം അവരോഹണക്രമം പൂയത്തുനിന്നാണ് മുൾക്ക് കൊണ്ടിയത്. പൂജ ഇടണം കേട്ടോ. ഇതിലുണ്ട് ഇറക്കി വെച്ച് ഉസ്കുറ് മുറുക്കാൻ വേണ്ടി പോവാണ്. ഇതാ ഇങ്ങനെ ഉണ്ട്. മുറുക്കി കഴിഞ്ഞാൽ ഇത് സംഭവം സെറ്റ്. 1ാമത്തെ ബ്ലേഡ് സെറ്റാണ്. തുടങ്ങല്ലേ? പൂജ്യത്തിൻ്റെ ബ്ലേഡ് ഇട്ട സമയത്ത് സ്റ്റെപ്പുകൾ മൊത്തം പോയി കിട്ടി. എന്തേ ഇപ്പോൾ 0 മാറ്റി വെച്ചുകൊണ്ട് അടുത്ത എത്രയാണ്? 3. 3ൻ്റെ ബ്ലേഡ് ഇങ്ങനെ വെക്കുക. നമ്മൾ ഈ പോളിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒറ്റ ബ്ലേഡുമ്പോഴൊന്നും തീരൂല. അതിങ്ങനെ ബ്ലേഡ് മാറ്റി മാറ്റി ഇട്ടുകൊണ്ടേ നിൽക്കണം. എന്തേ അതൊക്കെയാണ് ഇതിൻ്റെ ചൊറ. ആൾക്കാരൊന്നും പണി കാണൂല. ഈ ബ്ലേഡും കൂടെ ഇട്ട സമയത്ത് ഫുൾ സ്റ്റെപ്പ് പോയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി കളറാക്കി എടുക്കണമെങ്കിൽ ബ്ലേഡുകൾ കുറച്ചും പാടെ മാറ്റി മാറ്റി ഇടാണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ബ്ലേഡാണ് 6. ഇതോട് കൂടിയിട്ട് എന്താവും? പോളിഷ് ആവുകയാണെങ്കിൽ ആയി കിട്ടും, അല്ലെങ്കിൽ ഇനി ആവില്ല. ഇത് പണിക്കാരെ സഞ്ചിന്ന് കിട്ടിയ പഴയ ബ്ലേഡ് കേട്ടോ. നേരെ മറിച്ച് നല്ല കിട്ടണമെങ്കിൽ സംഭവം പെട്ടെന്നാവും. ഇതൊക്കെ ഇപ്പോൾ വരുത്തി സംഭവം പോയിണ്. ഇതിനൊരു ബ്ലേഡിന് 90 ഉറുപ്പ്യൊക്കെ ഉള്ളൂ സംഭവം. എന്നാ റെഡി? ഒരേ കളറായി, സ്റ്റെപ്പൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. തൊട്ടേക്ക് നിങ്ങളെ തൊട്ടേക്ക് ഇതാ പോരെ. പിന്നെ 4 പീസാണ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ തടച്ചിലുണ്ടോ, പക്ഷെ എന്തുണ്ടാവില്ല, വെച്ചുത്താള തടച്ചിലൊന്നും ഇല്ല. അപ്പോൾ അത് റെഡി. പിന്നെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതിൽ പുട്ടിമ്പോ ഇടുക. എന്തേ കുറച്ച് നമ്മൾ ടൈലിൻ്റെ പൗഡർ ഇട്ടാൽ സംഭവം പരിപാടി സെറ്റ്. ടൈലും പണി നടക്കുന്ന സൈറ്റ് പോയിക്കാണ്ട് കുറച്ച് പുട്ടി പൗഡർ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം അതാ ഐവറി കളറാണ്, ഇതിനോട് മാച്ചാട്ടോ. പോരാ? നിങ്ങൾക്ക് എന്താ ഉഷാറില്ലാത്ത? ഒരു ഉഷാറില്ലല്ലോ എനിക്ക്. ഒരു കാസം പാടെ ചായ ഉണ്ടാക്കിയണി. ഇതാ അങ്ങോട്ടേക്കാണി. ഇങ്ങനൊക്കെ ആരാ പണിയെടുത്തരാ എനിക്ക്? ഇതാണ് കൈപ്പണി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം പാടെ പറഞ്ഞുതരാം. ചെറിയ തരികിട പണികളൊക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ ലാഭം എന്ന് വെച്ചിട്ടാണെങ്കിൽ കൂലിപ്പണിനോടത്തോളം ഈ ദുനിയാവിൽ സുഖമുള്ളൊരു പണി ഉണ്ടാവില്ല. എന്തേ എല്ലാ തരികിടും പഠിക്കണം. ഒരു ടൈലിൻ്റെ കഷ്ണം പോകുന്നിട്ടാണെങ്കിൽ അതിൻ്റെ ഫിറ്റിങ്, പെരമൊക്കെ ഒരു ചുള്ളി തൂങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കട്ടിങ്, ഒരു ഓട് മാറ്റൽ, ഒരു കിണർ നന്നാക്കൽ, കായ് ഇങ്ങനെ വൈകുന്നേരമാകുമ്പോൾ തന്നെ കീസ് അറിയില്ലേ. എന്തേ ഒരു സീല ചിന്ന സീല ഇരിക്കാം, നല്ല പൊതുവാ സൂപ്പറാ നല്ല മൃദുവാ ഒരു സീല കൊടുങ്ക. ഏതാ കട്ടിങ്ങടക്ക്, ഏതാ പണി? വാ ഇങ്ങോട്ട് ഇറങ്ങി. ഇജാണ് ഈ സംഭവം പൊട്ടിച്ചേ? നോ എന്ന് പറഞ്ഞാളേ. ഐ ആം നോ എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. ഐ ആം നോ പറയ്. ഐ ആം നോ പറയ്. അറിയാം ഐ ആം നോ, ഓനക്കറിയാം. എന്നൊക്കെ എന്ന് പറഞ്ഞാലേ ഓൻ പഠിക്കാൻ എവിടെ അറിയോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത് വരുന്ന സൺ പോൾസ് സ്കൂളിലാണ്, ഇംഗ്ലീഷ് മീഡിയ. ഓൻ അതുമല്ല, ഇനി കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അടുത്ത ഈ ടൈല് പൊട്ടി വീണാൽ അടുത്ത എന്താ പറയാന്ന് അറിയോ? ഒരു സെന്റൻസ് തന്നെ പറഞ്ഞു തരും. ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് നോക്കിയാണി, ഒന്ന് ലാസ്റ്റ് കാണിച്ചാ. അതാ സംഭവം സെറ്റ്. അങ്ങോട്ടാ ആർക്കാ മനസ്സിലായി? സ്റ്റെപ്പിന്റെ പീസ് ഒട്ടിക്കൽ പരിപാടി, ഫിറ്റിംഗ് ആൻഡ് പോളിഷിംഗ് അടക്കം ഫൈനൽ ഫുൾ പണി തീർത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു കൊടുത്താ. എന്താണെന്നറിയോ, കൈ ഇങ്ങനെ തടവുകയാണെങ്കിൽ ഒരു തടച്ചിലുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഒരൊറ്റ നോട്ടത്തിൽ ഒരൊറ്റ കുട്ടിക്കും ഈ ഒരു പീസ് ഇതിൻ്റെ ഇടയിൽ വെച്ചതാന്ന് മനസ്സിലാവില്ല. അതാണ് പരിപാടി. അതായത്
കുറച്ച് ടൈം എടുത്തിട്ടായാലും ആ പോളിഷ് ബ്ലേഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ഈ ഫൈനലിൽ ഇങ്ങനെ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, എടുക്കണ വർക്ക് പെർഫെക്ഷൻ ആക്കി എടുക്കുക. അത് എന്നോടെ ഉണ്ടാവും. അപ്പോൾ വൈൻഡപ്പ്.